മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രമെടുത്ത് വായിക്കണം ചെറുപ്പക്കാരാ. സമയം കിട്ടുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരാണെന്ന് നീ ഒന്ന് വായിച്ചു നോക്കണം. സാധാരണ ഒരു മനുഷ്യനല്ല. പടച്ച റബ്ബേ, അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച മഹാനാ, ഖബറിനോട് പോലും സംസാരിച്ച മനുഷ്യനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. തങ്ങളോട് ഖബർ പോലും സംസാരിച്ചെന്ന് ചരിത്രം പറയുകയാ. പള്ളിപ്പറമ്പിലെ ഖബർ പോലും ഉമർ ഇബ്നു അബ്ദുൽ അസീസിനോട് സംസാരിച്ചിട്ടുണ്ട്. പടച്ച റബ്ബേ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന് മനസ്സിലായി തന്റെ മരണമടുത്തെന്ന് മനസ്സിലാവുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പോയി കുളിച്ച് റെഡിയാവുകയാണ്. മരിക്കാൻ തയ്യാറായി വീടിന്റെ അകത്തേക്ക് കടന്നു വന്നു. മരിക്കാൻ തയ്യാറെടുത്തുകൊണ്ട് വീടിന്റെ അകത്തേക്ക് കടന്നു വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യയെ കാണുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അടുത്തേക്ക് വിളിച്ചു, ഫാത്തിമ ഇങ്ങടുത്തു വാ. തന്റെ പ്രിയതമ അടുത്തേക്ക് വിളിക്കുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഭാര്യ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ, എന്റെ മരണം അടുത്തിരിക്കുന്നു ഫാത്തിമ, ഞാൻ മരിക്കാൻ പോവുകയാണ്, എന്റെ മരണം അടുത്തിരിക്കുകയാണ്, അതുകൊണ്ട് നീ എനിക്ക് പൊരുത്തം തരണേ ഫാത്തിമ. ഭർത്താവ് ഭാര്യയോട് യാത്ര പറയുകയാണ്, വസിയ്യത്തുകൾ ചെയ്യുകയാണ്, പരസ്പരം പൊരുത്തം ചോദിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ പടച്ചവനെ, ഫാത്തിമ വല്ലാതെ കരയുകയാ. തന്റെ ഭർത്താവ് മരിക്കാൻ പോകുകയാണെന്ന് പറയുമ്പോ ഭാര്യ നിന്ന് കരയുകയാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിക്കുന്നു, ഫാത്തിമ, ഇനി എന്തെങ്കിലും നിനക്കെന്നോട് ചോദിക്കാനുണ്ടോ? ഫാത്തിമ മിണ്ടാതെ നിന്ന് കരയുകയാണ്. കാരണം ഭർത്താവ് മരിക്കാൻ പോവുകയാണ്. പടച്ച റബ്ബേ, പെട്ടെന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ, റൂമിന്റെ വെളിയിൽ ഇറങ്ങു ഫാത്തിമ, റൂമിന്റെ പുറത്തിറങ്ങു ഫാത്തിമ, വാതിലടയ്ക്കു ഫാത്തിമ. ഫാത്തിമ ചോദിക്കുന്നു, എന്തിനാണ് എന്നെ പുറത്താക്കുന്നത്? നിങ്ങൾ മരിക്കാൻ പോകുകയല്ലോ, ഈ സമയത്ത് ഞാൻ നിങ്ങളുടെ കൂടെ നിന്ന് ഖിദ്മത്ത് ചെയ്യേണ്ട സമയമാണല്ലോ, എന്തിനാണ് എന്റെ റൂമിന്റെ പുറത്തിറക്കുന്നത്? എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, സ്നേഹമില്ലാഞ്ഞിട്ടല്ല, പിന്നെ എന്തിനാണ് റൂമിന്റെ പുറത്തിറങ്ങാൻ പറയുന്നതെന്നറിയുമോ? ഇന്നി അറാ ഖലഖൂ ലൈസൂ ബി ഉനാസിൻ വലാ ജാ. ഫാത്തിമ, മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു ഫാത്തിമ, എന്റെ അതിഥികൾ വരുന്നു ഫാത്തിമ, എന്നെ കാണാൻ എന്റെ അതിഥികൾ വരികയാണ്, അതുകൊണ്ട് നീ പുറത്തിറങ്ങിയിട്ട് വാതിലടയ്ക്കൂ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുന്ന, റൂമിന്റെ പുറത്തിറങ്ങി വാതിലടയ്ക്കാർ. മനസ്സോട് ഭർത്താവ് പറഞ്ഞതനുസരിക്കണമല്ലോ. ഭാര്യ അവിടുന്ന് പുറത്തിറങ്ങുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ വീടിന്റെ റൂമിന്റെ വാതിലടയ്ക്കുകയാണ്. ഫാത്തിമ വല്ലാതെ കരയുകയാണ്. കാരണം ഭർത്താവ് സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് റൂമിനകത്ത് കിടക്കുമ്പോ ഭാര്യ പുറത്തു നിന്ന് കരയുകയാണ്. അവിടുന്ന് ചിന്തിക്കുന്നു, അല്ലാ, തന്റെ ഭർത്താവിനെ കാണാൻ ആരോ വരുന്നെന്ന് പറഞ്ഞല്ലോ, ആരാ കാണാൻ വരുന്നത്? തന്റെ ഭർത്താവിനെ കാണാൻ ആരാണ് വരുന്നത്? ഫാത്തിമ വന്ന് ഒളിഞ്ഞു നോക്കുകയാണ്. പൂട്ടിയിട്ടിരിക്കുന്ന വാതിലിന്റെ പഴുതിലൂടെ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുമ്പോ കാണുന്ന രംഗമെന്തെന്നറിയുമോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അസ്സലാമു അലൈക യാ
അസ്റായീലിനോട് സലാം പറയുകയാ. ആരാ വന്നതെന്നറിയുമോ? ഖാബിദുൽ അർവാഹു മലക്ക് അസ്റായീൽ. തന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി ഇറങ്ങി വരുന്ന മലക്കിനോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുന്നു, അസ്സലാമു അലൈക യാ അസ്റായീൽ. ഫാത്തിമയുടെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. കാരണം പ്രിയപ്പെട്ട ഭർത്താവ് മരിക്കാൻ പോവുകയാണ്. റൂഹ് പിടിക്കുന്നതിന് വേണ്ടി അസ്റായീൽ വന്നിരിക്കുകയാണ്. ഭർത്താവ് അസ്റായീലിനോട് സലാം പറഞ്ഞിരിക്കുകയാണ്. ഫാത്തിമ വല്ലാതെ കരയുകയാണ്. എന്നിട്ടും അവിടെ നിന്ന് ചിന്തിക്കുന്നു, അല്ലാ, തന്റെ ഭർത്താവ് മരിക്കുന്നത് എങ്ങനെയാണ് പടച്ചവന്? തന്റെ ഭർത്താവ് മരിക്കുന്നത് എങ്ങനെയാണ് പടച്ചവന്? അറിയണമല്ലോ, കാണണമല്ലോ. ഫാത്തിമ പൊട്ടിക്കരഞ്ഞുകൊണ്ട് രണ്ടാമതും അടച്ചിട്ടിരിക്കുന്ന വാതിലിന്റെ പഴുതിലൂടെ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുമ്പോ കാണുന്ന രംഗം എന്തെന്നറിയുമോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖുർആൻ ഓതുകയാ. നിസ്കാരം കഴിഞ്ഞിട്ടല്ല ചെറുപ്പക്കാരാ, അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ കടന്നു വന്നപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖുർആൻ ഓതുകയാണ്. സാധാരണ ആയത്തല്ലോ. ഏതായത്താ ഓതിയതെന്നറിയുമോ? تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. ഓതിയായത്തേതെന്നറിയുമോ? تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. പടച്ചവനെ, സ്വർഗത്തെക്കുറിച്ച് പറയുന്ന ആയത്താണ് പ്രിയപ്പെട്ട ഭർത്താവ് അവിടുന്ന് പാരായണം ചെയ്യുന്നത്. ഭാര്യയുടെ വടച്ചിട്ടിരുന്ന വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുന്ന പ്രിയപ്പെട്ടവളോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുന്നു, ഫാത്തിമ, നല്ല മരണം വെറുതെ കിട്ടൂല ഫാത്തിമ, നല്ല മരണം വെറുതെ കിട്ടില്ല ഫാത്തിമ. വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്കാണ് അല്ലാഹു നല്ല മരണം കൊടുക്കുന്നത്. ഫാത്തിമ കരയുകയാണ്. ഭർത്താവ് തന്റെ മുഖത്തേക്ക് തുണിയെടുത്തിടുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്ത് കലിമ പറയുകയാണ്. പിന്നെ അനക്കമില്ല. ഭർത്താവിന്റെ റൂമിനകത്ത് അനക്കമില്ല. ഫാത്തിമ വാതിൽ തുറന്ന് ഓടിച്ചെല്ലുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാ. പടച്ച റബ്ബേ, കാട്ടുതീ പടരുന്നത് പോലെ നാട് മുഴുവനും അറിയുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ മരണവാർത്ത ജനങ്ങൾ മുഴുവനും അറിയുകയാണ്. ഓടി ഓടി ജനങ്ങൾ വരികയാണ്. ജനാസ കാണുന്നവര് മുഴുവനും പറയുന്നു, എന്തൊരു പ്രകാശമാ അല്ലാ, എന്തൊരു ചിരിയാ അല്ലാ, എന്തൊരു സുഗന്ധമാ അല്ലാ. ജനാസ കാണാമെന്നവർ മുഴുവനും പറയുന്ന വാക്കിത് തന്നെയാണ്. അവസാനം ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ജനാസ കുളിപ്പിച്ചു. അവിടുന്ന് കഫം പൊതിഞ്ഞു. മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. ഖബറിലേക്ക് ഇറക്കി വെച്ചു. ഖബറടക്കി കഴിഞ്ഞപ്പോ വന്നവരാരും പോകുന്നില്ല. ജനാസ ഖബറടക്കാൻ വന്നവര് പോകുന്നില്ലടോ. എല്ലാവരും അവിടെ തന്നെ നിൽക്കുകയാണ്. വലിയ ചർച്ചയായടോ. എല്ലാരും പറയുന്നു, അസ്റായീലിനോട് സലാം പറഞ്ഞു, ഖുർആൻ ഓതി, ഷഹാദത്ത് കലിമ പറഞ്ഞു. വല്ലാത്ത മരണമാണ്, വല്ലാത്ത മരണമാണ്. എല്ലാവരും പരസ്പരം പറഞ്ഞത് വലിയ ചർച്ചയായടോ. അവസാനം എല്ലാവരും കൂടെ തീരുമാനമെടുത്തു, ഇത് എങ്ങനെ കിട്ടിയെന്നറിയണമല്ലോ. ഇങ്ങനെ ഒരു മരണം കിട്ടാൻ
എടുക്കാനുള്ള കാരണം എന്താണെന്നറിയണമല്ലോ. ആ ജനാസ ഖബറടക്കാൻ വന്നവര് മുഴുവനും ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് മടങ്ങുകയാ. എല്ലാവരും ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ വീട്ടിലേക്ക് മടങ്ങി ചെന്നു. എന്നിട്ട് പറയുന്നു, ഫാത്തിമ നീ സങ്കടത്തിലാണെന്നറിയോ, വല്ലാത്ത വേദനയിലാണെന്നറിയോ, പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചു പോയതിന്റെ സങ്കടത്തിലാണെന്നറിയോ, നീ ഇരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാ ഫാത്തിമ. വന്നത് സങ്കടപ്പെടുത്താനല്ല, നിന്നെ വേദനിപ്പിക്കാനല്ല. ഈ നാട് മുഴുവനും നിന്റെ ഭർത്താവിന്റെ ജനാസ ഖബറിലിറക്കി വെച്ചിട്ടു. ഈ നാട്ടുകാര് മുഴുവനും വന്നത് എന്തിനെന്നറിയുമോ? ഒരേ ഒരു കാര്യം ചോദിക്കാനാ, ഒരേ ഒരു കാര്യം ചോദിക്കാനാ. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത് ഒരേ ഒരു കാര്യമാണ്. എന്താണ് അറിയേണ്ടതെന്നറിയുമോ? നിന്റെ ഭർത്താവ് മരിച്ചപ്പോൾ അസ്റായിലിനോട് സലാം പറഞ്ഞല്ലോ, ഖുർആൻ ഓതിയല്ലോ, ഷഹാദത്ത് കലിമ പറഞ്ഞല്ലോ. എന്തൊരു പ്രകാശമായിരുന്നു, എന്തൊരു സുഗന്ധമായിരുന്നു. എവിടെ നിന്നാണ് ഈ ജനങ്ങൾ വന്നതെന്നറിയില്ലല്ലോ. അല്ലാഹുവേ, ഞങ്ങൾക്കും ഒരു മരണമുണ്ട് ഫാത്തിമ, ഞങ്ങളും മരിക്കേണ്ടവരാണ് ഫാത്തിമ. അതുകൊണ്ട് ഇതുപോലെ ഒരു നല്ല മരണം ഞങ്ങൾക്കും വേണം ഫാത്തിമ. നിന്റെ ഭർത്താവിന് അല്ലാഹു ഇത്രയും നല്ല ഒരു മരണം കൊടുക്കാറ് നിന്റെ ഭർത്താവ് ചെയ്ത നന്മ എന്താ? മരിച്ച ഖബറിൽ കൊണ്ട് ഖബറടക്കിയ പ്രിയപ്പെട്ട ഭർത്താവിനെ കുറിച്ച് നാട്ടുകാർ മുഴുവനും വീടിന്റെ മുറ്റത്ത് വന്ന് ചോദിച്ചപ്പോ ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? മാകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അഖ്സരിൽ ലിന്നാസി സ്വലാത്തൻ വലാ സിയാമാ. എന്റെ ഭർത്താവ് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ചിരുന്ന മനുഷ്യനായിരുന്നു, ഏറ്റവും കൂടുതൽ നന്മ ചെയ്ത മനുഷ്യനായിരുന്നു. എന്നൊന്നും ഞാൻ പറയൂല, എന്നൊന്നും ഞാൻ പറയൂല. ഇല്ലാത്ത കാര്യങ്ങൾ പറയരുതല്ലോ. എന്റെ ഭർത്താവ് ഒരുപാട് നിസ്കരിക്കുന്ന മനുഷ്യനാ, ഒരുപാട് സദക്ക കൊടുക്കുന്ന മനുഷ്യനാ, എന്നൊന്നും ഞാൻ പറയൂല. എന്റെ ഭർത്താവിന് അല്ലാഹു ഇതുപോലെ ഒരു മരണം കൊടുക്കാ ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഒരേ ഒരു കാരണമേ ഉള്ളൂ. ഞാൻ കണ്ടിരിക്കുന്ന കാരണം എന്തെന്നറിയുമോ? لكن والله ما رأيت أحدا أخوف لله. മരിച്ചുപോയ ഭർത്താവിന്റെ സ്വഭാവത്തെ കുറിച്ച് തന്റെ ഭാര്യയോട് ചോദിച്ചപ്പോ ആ ഭാര്യ പറഞ്ഞ മറുപടിയാണ്, ലക്കിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. ഈ ലോകം പടച്ച അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹനെ പേടിച്ച് ജീവിച്ച ഒരു മനുഷ്യനെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹനെ പേടിയുള്ള വേറെ ഒരാള് അല്ലാഹനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പറയുന്നത് ഭാര്യയാടോ, പറയുന്നത് ഭാര്യയാടോ. എന്നിട്ട് മഹദി പറയുകയാണ്, ഒരിക്കൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ കിടപ്പറയിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ റുബമായതുകുറുല്ലാഹ ഫില്ലൈൽ യദുകുറുല്ലാഹ സുമ്മ യബ്കീ ഹത്താ യുസ്ബിഹാ. രണ്ടുപേരും കൂടെ കിടപ്പറയിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ ഭർത്താവിനോട് ഭാര്യ പറഞ്ഞു, അല്ലാഹനെ കുറിച്ച് പറഞ്ഞപ്പോ, അല്ലാ എന്ന് പറഞ്ഞപ്പോ മരണം പറഞ്ഞപ്പെടല്ല, ഖബർ പറഞ്ഞപ്പെടല്ല, മസ്സറ പറഞ്ഞപ്പെടല്ല, സിറാത്ത് പറഞ്ഞപ്പെടല്ല, പടച്ചവനെ അല്ലാഹുവിന്റെ അദാബുകളെ കുറിച്ച് പറഞ്ഞപ്പെടല്ല, അല്ലാഹന്റെ പേര് പറഞ്ഞപ്പോ
തന്റെ ഭർത്താവ് സുബഹി വരെ ഇരുന്ന് കരയുകയാ. അത്രത്തോളം അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചിരുന്ന മനുഷ്യനാണ് എന്റെ ഭർത്താവെന്ന് ഭാര്യ പറയുമ്പോ വയത് കേൾക്കാൻ കതറുമിട്ടുകൊണ്ട് നെളിഞ്ഞു വന്നിരിക്കുന്ന ആണുങ്ങളോട് പറയട്ടെ, മോനെ വാപ്പാ, നീ പടച്ചവനെ, നീ നല്ലവനാണെന്ന് പറയേണ്ട രണ്ടാമത്തെ ആളാരാ? നാട്ടുകാരല്ല, മഹല്ലിന്റെ ഇമാമല്ല, പിന്നെ ആര് പറയണമെന്നറിയുമോ? നീ മഹ്റ് കൊടുത്ത് വിവാഹം കഴിച്ചു നിന്റെ കൂടെ കിടക്കുന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യ. നീ നല്ലവനാണെന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയേണ്ട രണ്ടാമത്തെ ആള് നാട്ടുകാരൊന്നുമല്ല, നിന്റെ കൂടെ കിടക്കുന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ നല്ലവനാണെന്ന് പറയേണ്ട രണ്ടാമത്തെ ആളാരാ? പറഞ്ഞ ആരാ? നിന്റെ ഭാര്യ. പറയുവോ? നിങ്ങളെന്താ എന്നെ നോക്കണേ? പറയോ? നമ്മുടെ ഭാര്യ പറയോ നമ്മൾ നല്ലതാന്ന്? ഓള് ലോകത്തുള്ള ആരെക്കുറിച്ച് വേണമെങ്കിലും പറയും, നമ്മളെക്കുറിച്ച് പറയാൻ സാധ്യത വളരെ കുറവാ. ലോകത്തുള്ള ആരെക്കുറിച്ച്, അല്ലെങ്കിൽ ഇന്ന് വഴുത് കഴിഞ്ഞ് തിരിച്ചു വീട്ടിൽ പോയി രാത്രി ഇങ്ങനെ കിടക്കുമ്പോ ആമിനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ട്. എടി ഉസ്താദ് പറഞ്ഞ് കേട്ടില്ലേടി, ഞാൻ മരിച്ചാ നീ പറയും അള്ളാടെ മുമ്പിൽ ഞാൻ നല്ലവനാണെന്ന്. ഓള് പറയും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. കാരണം അത്രയ്ക്ക് തങ്ക സ്വഭാവമല്ലേ നമ്മുടേത്. നമ്മളെ പോലെ ഇത്രയും നല്ലൊരു മനുഷ്യൻ വേറെ ലോകത്തുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എടാ വഴുതും കഴിഞ്ഞ് വീട്ടിൽ പോകും, പെണ്ണുമ്പിള്ള ഭാര്യയോട് ചോദിക്കും, കേട്ടോടി ഉസ്താദ് പറഞ്ഞത്? നീ കേട്ടോ? നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ എൻ്റെ പൊരുത്തം വേണം. എൻ്റെ പൊരുത്തം ഉണ്ടെങ്കിലേ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ. ഭാര്യയോട് ഭർത്താവ് പറയുക, നീ എൻ്റെ മൂക്കിൻ്റെ അകത്ത് നിന്ന് ചീഞ്ചല ഒഴുകി വന്ന അതുവരെ നീ തുടച്ചെടുക്കണം. ഭർത്താവ് ഭാര്യയോട് പറയാ, അള്ളാഹ് ആരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ ചെയ്യാൻ പറയുമായിരുന്നു. എനിക്ക് അത്രയ്ക്കും പവറാ. ഇത് പറയണ ആരാ? കഞ്ചാവ് അടിച്ച് കിടക്കുന്നവർ. എടാ, കഞ്ചാവ് അടിച്ച് കിടക്കുന്ന ഒരുത്തനാ ഭാര്യ എടുത്ത് എന്നിട്ട് പറയാ, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എൻ്റെ പൊരുത്തം വേണമെന്ന്. ഓള് വിചാരിക്കണം നീ പോണോ വേണ്ടതെന്ന്. നീ നാട്ടുകാരുടെ മുമ്പിൽ വലിയ മഹാനായിരിക്കും, കതറക്കിട്ട് ഇങ്ങനെ നടക്കും, കണ്ടാ വിചാരിക്കും അംബാനിയാന്ന്. ഒരു കാര്യമില്ല എങ്ങായി. നാട്ടുകാരുടെ മുമ്പിൽ മഹാനായിട്ട് കാര്യമില്ല. കൂടെ കിടക്കുന്നവൾ പറയട്ടെ നീ മഹാനാണെന്ന്, നീ നല്ലവനാണെന്ന് നിന്റെ ഭാര്യ പറയട്ടെ. പറയാൻ സാധ്യത വളരെ കുറവാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പെണ്ണുങ്ങൾക്ക് വലിയ സന്തോഷമായിട്ടുണ്ടാകും. ആദ്യമായിട്ട് ഒരു ഉസ്താദ് ഞങ്ങളെ ഇങ്ങനെ പറയണേ. സാധാരണ വരുന്നവരെല്ലാം ഞങ്ങളെയാ പറയാ. ഇത് ആദ്യമായിട്ടാ ഒരു ചങ്ങാതി പടച്ചനെ ഞങ്ങൾക്ക് വേണ്ടി വാഴ്ന്നോ. ഞാൻ നിങ്ങളുടെ കൂടെ പെണ്ണുങ്ങളെ സഹോദരിമാര്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഭർത്താവ് നല്ലവനായ ഭാര്യ നല്ലത് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, ആയിഷ, നിന്റെ ഭർത്താവിന്റെ സ്വഭാവം എന്തായിരുന്നു? എന്താ നിന്റെ അഭിപ്രായം? ആയിഷ എന്ന ഭാര്യ പറഞ്ഞത്, കാന ഖുലുഖുഹു ഖുർആൻ, എൻ്റെ ഭർത്താവ് ഖുർആൻ ആയിരുന്നു എന്നാ. ഖുർആൻ എന്താണോ പറഞ്ഞേ എൻ്റെ ഭർത്താവ് അതാ ചെയ്തേ. ഇവിടെ ഇത്രത്തോളം നമ്മുടെ ഭാര്യ നമ്മളെക്കുറിച്ച് പറയണമെങ്കിൽ നമ്മൾ ഓൾക്ക് വേണ്ടതെല്ലാം കൊടുക്കണം. ഓളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണം. അവൾക്ക് വേണ്ടതെല്ലാം നമ്മൾ ചെയ്തു കൊടുത്താൽ നമ്മുടെ ഭാര്യ പറയും, നീ ഇതൊന്നും കൊടുക്കത്തില്ലല്ലോ, ചെലവിന് പോലും കൊടുക്കാറില്ലല്ലോ. ഓൾ ഇങ്ങനെ നടക്കണം പുറകില്, കാക്കാ കാക്കാ കാക്കാന്ന് വിളിച്ചിട്ട്, എനിക്കത് വാങ്ങിത്താ, എനിക്കിത് വാങ്ങിത്താ, എനിക്ക് ചെലവിനിതാ, മൊബൈൽ റീചാർജ്, ഇങ്ങനെ നടക്കേണ്ടത്. നിന്റെ ഭാര്യയ്ക്ക് അവകാശപ്പെട്ടത് കൊടുക്കാൻ നീ തയ്യാറാകണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചില ചങ്ങാതിമാരിങ്ങനെ നടന്ന് പെണ്ണ് കെട്ടുന്നവരുണ്ട്. എടോ, ഇസ്ലാമിന്റെ നിയമപ്രകാരം 4 പെണ്ണ് കെട്ടാം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 4 വരെ പെണ്ണ് കെട്ടാം. പക്ഷെ ചില ബിരുദന്മാര് ചെയ്യണ എന്താ, 4 വരെ പെണ്ണ് കെട്ടാമെന്ന് പറഞ്ഞാൽ ഒന്ന് മഹല്ലും നാടും അറിഞ്ഞു കെട്ടും, ഒന്ന് ആരും അറിയാതെ എവിടെങ്കിലും പോയി കെട്ടും. നാടും വീടും അറിയാതെ എവിടെങ്കിലും പോയി ഒരു പെണ്ണും കെട്ടി ഒരു വാടക വീട് കൊടുത്തിട്ട് പറയും, ഞാൻ പിരിവിന് വരുന്നവരെ വരാന്ന്, ആഴ്ചയിൽ ഒരു ദിവസം. ആരും അറിയാതെ ഒളിച്ചും പാത്ത് ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ വരാന്ന്. അങ്ങനെ പെണ്ണ് കെട്ടാൻ അള്ളാഹ് പറഞ്ഞിട്ടില്ല. അറിയാം നിനക്ക്? ഈ പെണ്ണിനെ എങ്ങനെയാണോ നോക്കണം അതേപോലെ തന്നെ നീ അഭിമാനത്തോടെ നാട്ടുകാരുടെ മുമ്പിൽ പറയണം, ഇവളെൻ്റെ ഭാര്യയെ ഞാൻ കെട്ടിയതാന്ന് അന്തസ്സോടെ പറയാൻ പറ്റണം. ഭാര്യമാരുടെ ഇടയിൽ വേർതിരിവ് കാണിക്കുന്നവൻ ഒരിക്കലും രക്ഷപ്പെടൂല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവർക്ക് വേണ്ടതൊക്കെ നീ കൊടു, അവൾക്ക് എന്താണോ ആവശ്യം നീ കൊടു. ഇവിടെ ചിലരെങ്ങനല്ല, കൊടുക്കത്തില്ല, ചെലവിന് പോലും കൊടുക്കില്ല. ചെലവിന് പോലും കൊടുക്കാത്ത ആൾക്കാരുണ്ട്. മഹാനായ നബിഗന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളുടെ മുമ്പിൽ മഹദിയായ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ
ആ മഹദി നബിതങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, എൻ്റെ ഭർത്താവ് നാട്ടുകാരുടെ മുമ്പിൽ വലിയ ആളാ, പക്ഷെ എനിക്ക് ചെലവിനൊന്നും തരൂല. എൻ്റെ ഭർത്താവ് എനിക്ക് ചെലവിനൊന്നും തരൂല നബിയെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? പോക്കറ്റിൽ നിന്ന് ചോദിക്കാതെ എടുക്കും. പാവമാണോ നബിയെ? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് ഭാര്യ ചോദിക്കാതെ പൈസ എടുക്കും. ഇത് തെറ്റാണോ? തെറ്റാണോ? എടുക്കാൻ പാടുണ്ടോ? നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് എഴുന്നേറ്റോ? ആ കസേര എടുത്തിട്ട് ഇങ്ങോട്ട് മുന്നോട്ട് കയറി വന്നേ. നിങ്ങളുടെ മുഖമൊന്നും കാണുന്നില്ല. വാ, ഈ ലൈറ്റ് ഇരിക്കുന്നതാണ്. വാ, ഇങ്ങ് വാ, തീർന്നു, ഞാൻ നിർത്തി. വാ, കസേര എടുത്തോണ്ട് വാ കാക്ക. കൊറോണ ഒന്നുമില്ല. വാ, സാമൂഹ്യ മക്കളെ പതുക്കെ, പൊടി ഇളക്കല്ലേ, പൊടി ഇളക്കല്ലേ. ഇങ്ങ് വാ, അടുത്തോട്ടിരിക്കും ഇൻഷാ അല്ലാഹ്. ആ, ഒരുപാട് മോനെ ഇങ്ങോട്ട് കയറല്ലേ. അവിടെ എല്ലാവരും ഇങ്ങ് അടുത്തിരുന്നു ഇൻഷാ അല്ലാഹ്. ഞാൻ നിർത്താം. പെട്ടെന്ന് കയറി. ആ മുത്തലിങ്ങളൊക്കെ വാ മക്കളെ, മൈക്ക് സെറ്റുകാരനൊക്കെ കളഞ്ഞിട്ട് നീ ഇങ്ങ് വാടാ. അങ്ങനെ വാ, കയറിക്കോ. കഴിഞ്ഞു, ഞാൻ നിർത്താ. എന്നിട്ട് കയറിക്കോ. നിങ്ങൾ എന്താ പേടിച്ചിരിക്കണേ? ഞാൻ പറഞ്ഞില്ല ഞാൻ 10:30 നിർത്തുന്നു. വാ ഇൻഷാ അല്ലാഹ്. ഒന്നും ചരിച്ചോ. പ്രസിഡന്റ് വെച്ചോ, നിങ്ങൾ വെച്ചോ. എനിക്ക് വേണ്ട. അല്ല, നിങ്ങൾ വെച്ചോപ്പാ. ഓ, കൊടുങ്കാറ്റടിക്കണമല്ലോ അടച്ചവന് ചെവിക്കകത്ത്. നിങ്ങൾ വെച്ചോപ്പോ. ജസ്റ്റ് ഒന്ന് ചരിച്ചു വെച്ചോ. പിന്നെ ആ മതി. ഇങ്ങോട്ട് വാ കാക്കാമാരെ, പോണ്ടത് പോ, അല്ലാത്തൊക്കെ കയറി വാ. ഇങ്ങോട്ട് കയറിയിരിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. എഴുന്നേറ്റോ. മസിൽ പിടിച്ചിരിക്കണ്ട, മസിലും പിടിച്ചിരിക്കണ്ട. അള്ളാഹു തരുന്ന അവസരം ഉപയോഗപ്പെടുത്തി ഇരിക്കിരിക്കേ. ഞാൻ പുറകിരിക്കണേ അങ്ങയോട് പറഞ്ഞു, നിങ്ങളാരിയല്ല ഇരുമന്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഭർത്താവിന്റെ അനുവാദമില്ലാതെ പെണ്ണുങ്ങൾ പൈസ എടുക്കാറില്ലേ? പാടുണ്ടോ? എടുക്കാൻ പാടുണ്ടോ? ആ മസല ഞാൻ പറഞ്ഞുതരാം. താത്താമാരൊക്കെ കേട്ടോ. ഹിന്ദ് റളിയല്ലാഹു തആല നബിതങ്ങളോട് ചോദിച്ചു, എൻ്റെ ഭർത്താവ് എനിക്ക് ചെലവിനൊന്നും തരാറില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പൈസ എടുക്കും നബിയെ, തെറ്റാണോ നബിയെ? നബിതങ്ങൾ പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ളത് നീ എടുത്തുകൊള്ളാം നബിയനാ റസൂലുള്ളാഹി. നിനക്ക് ആവശ്യമുള്ളത് എടുത്തുകൊള്ളാം. ഇതേത് ഭാര്യയോടാ? ചെലവിന് കൊടുക്കാത്ത ആളോടാ. ഭർത്താവ് നിനക്ക് അർഹതപ്പെട്ടതുപോലും തരുന്നില്ല, നിനക്കൊന്നും തരുന്നില്ല, നിനക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പോലും നിന്റെ ഭർത്താവ് വാങ്ങിത്തരുന്നില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ എടുക്കാൻ പറഞ്ഞ്, അപ്പോഴും ആവശ്യമുള്ളതേ എടുക്കാവൂ. എത്തീങ്ങാനയിലാക്കിയേക്കരുത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അടങ്കലോട് അടിച്ചുകൊണ്ട് പോയേക്കരുത്. അങ്ങനെ കാര്യങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട, ആവശ്യത്തിന് വല്ലപ്പോഴൊക്കെ പോക്കറ്റിൽ പൈസ വെക്കുക, പേടിക്കൊന്നും വേണ്ട. എടാ, നമുക്ക് ബാധ്യതയുണ്ടോ ഭാര്യയോട്? നമ്മളത് മനസ്സിലാക്കേണ്ടത്. ഭാര്യ എന്ന് പറഞ്ഞാൽ ആരാ? ഓൾക്ക് ആവശ്യമുള്ളത് മുഴുവനും നമ്മൾ കൊടുക്കണം. ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവനെ പെണ്ണ് കെട്ടാവും, അല്ലാത്തവൻ ദിക്റും പറഞ്ഞ് നടക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവനെ പെണ്ണ് കെട്ടാൻ പാടുള്ളൂ. ഓൾക്ക് നിനക്ക് ചോറ് വെച്ച് തരണം, നിന്റെ വീട് നോക്കണം, നിന്റെ മക്കളെ നോക്കണം, നിന്റെ തുണി കഴുകണം, നിന്റെ മാതാപിതാക്കളെ നോക്കണം. നിർബന്ധമുണ്ടോ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? ഞാൻ ഉള്ളത് ചോദിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലടോ. എടോ, നിങ്ങളുടെ ഭാര്യയ്ക്ക്, എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ വസ്ത്രം കഴുകി തരണമെന്ന് നിർബന്ധമുണ്ടോ? എനിക്ക് ഭക്ഷണം വെച്ച് തരണമെന്ന് നിർബന്ധമുണ്ടോ? എൻ്റെ മക്കളെ നോക്കണം നിർബന്ധമുണ്ടോ? എൻ്റെ മാതാപിതാക്കളെ നോക്കണം നിർബന്ധമുണ്ടോ? അതിന് വേണമെങ്കിൽ സിറാജ നീ വേറെ ആളെ നിർത്തിക്കൊള്ളണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതിന് വേണമെങ്കിൽ നീ ആളെ നിർത്തി. ഇതാ നിയമം, ഇതാണ് നിയമം. പിന്നെ ഓളിത് ചെയ്തു തരുന്നതിന് അങ്ങോട്ട് എൻ്റെ വഴുത് കേൾക്കാൻ നായും വരുന്ന അവിടെ ഓർഡർ. എങ്ങനെ? നമ്മൾ പൈസ കൊടുത്ത് ആളെ നിർത്തണോടോ? ഓള് പിന്നെ വല്ലതും ചെയ്തു തരുന്നുണ്ടെങ്കിൽ അത് വലിയ സഹായം, ഓളുടെ ഔദാര്യം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇഷ്ടപ്പെടില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ നീ നല്ലവനാണെന്ന് ആര് പറയണം? നിന്റെ കെട്ടിയോള് പറയണം. നമ്മുടെ ഭാര്യ പറയണം നമ്മൾ നല്ലവനാണെന്ന്. അവിടെയാ നമ്മൾ രാജാവ്. നാട്ടുകാർ മുഴുവനും മഹാനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൂടെ കിടക്കുന്നവട് പറയണം നീ നല്ലവനാണെന്ന്. അവനാണ് ഏറ്റവും നല്ലവൻ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ പെണ്ണുങ്ങളുടെയൊക്കെ തല ഇപ്പം സ്റ്റേജിൻ്റെ മുകളിൽ തട്ടുന്നുണ്ട്.
ഞാൻ ഇത്രയും പറഞ്ഞപ്പോ പെണ്ണുങ്ങൾ തല പൊങ്ങി 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 ഇപ്പൊ മോളിൽ സീറ്റിൽ ഇടിക്കാറായി. അത്ര എനിക്കാ. ഇനി നിങ്ങൾ സ്വർഗത്തിൽ പോണെങ്കിലോ? അടുത്തത് ഇപ്പൊ നമ്മുടെ കാര്യല്ലേ പറഞ്ഞേ. നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? സുഖമാണോ? സുഖമാണോ? ആന്ന്. വായി തുറന്ന് കാണിക്കുക. ആന്ന്. പല്ലുവേനയാന്ന്. ഇവിടെ സുഖമാണോ എന്ന് വെച്ചാൽ എന്താ ചങ്ങാതി മറുപടി പറയണ്ടേ? ഒരിക്കൽ നബിതങ്ങൾ മസ്ജിദ് നബവിയിൽ ഇരിക്കുമ്പോൾ ഒരു സഹാബി പള്ളിയിലേക്ക് കയറി വന്നു. നബിതങ്ങൾ ചോദിച്ചു, യാ ഫുലാൻ, ചങ്ങാതി നിനക്ക് സുഖമാണോ? ആ സഹാബിയുടെ മറുപടി, അൽഹംദുലില്ലാ ഖൈർ. അൽഹംദുലില്ലാ, എനിക്ക് സുഖമാണ് നബിയെ. ആ ഒരു മറുപടി കേട്ടപ്പോ നബിതങ്ങൾ പറഞ്ഞു, അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ഒറ്റ ദുആ. നോക്കുമ്പോ രണ്ടാമതൊരെണ്ണം പുറകെ വരുന്നുണ്ട്. ആ ചങ്ങാതിയോട് നബിതങ്ങൾ ചോദിച്ചു, അബീബേ സുഖമാണോ? സുഖമാണോ? സുഖമാണ് നബിയെ, റാഹത്താണ് നബി. നബിതങ്ങൾ ചിരിച്ചു, ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഈ സഹാബി തന്നെ ചോദിച്ചു, ഓന് ദുആ ഉണ്ട്, എനിക്കെന്താ ഇല്ലാത്തത്? അയാളോട് ചോദിച്ച അതേ ചോദ്യം തന്നെയല്ലേ എന്നോട് ചോദിച്ചേ? ഓന് വേണ്ടി ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്ത് എനിക്കില്ലേ നബിയെ? നീ ഒരു അൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിയന റസൂലുള്ളാഹി. ഇനി പറ, സുഖമാണോ? എനിക്ക് തോന്നിയതല്ലല്ലോ. സുഖല്ലേ? ഉറക്കെ പറ, സുഖല്ലേ? അപ്പൊ അൽഹംദുലില്ലാ പറയുക. സുഖമാണോ എന്ന് ചോദിച്ചാൽ അൽഹംദുലില്ലാ പറയുക. അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും നേട്ടമുണ്ട്. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഒരാൾ ചോദിക്കുന്നു, കടയിൽ കച്ചവടം ഉണ്ടോ? നീ എന്തു പറയും? പിന്നെ എന്തിനാളിയാ ഗൾഫിലൊക്കെ പോണേ? അറബിയുടെ അടിമയെ പോലെ അവിടെ പോയി കിടന്ന് കഷ്ടപ്പെടുന്ന എന്തിനാ? ഇവിടെ ദിവസവും 2000 3000 മാസം നല്ല നല്ല വരുമാനമുണ്ട്, എന്തിനാ ഞാൻ പോണത്? പിന്നെ മുട്ട കുഴിച്ചിട്ടു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എടാ, നീ നിന്റെ നാവ് സൂക്ഷിക്കണം. നിന്റെ അടുത്ത് നാട്ടുകാർ ചോദിച്ചത് നിനക്ക് ലാഭമുണ്ടോന്ന്, നീ ഇങ്ങനെ പത്രത്തിൽ കൊടുത്ത പോലെ പറഞ്ഞുകൊണ്ട് കിടക്കണം. പിന്നെ മുട്ട കുഴിച്ചിട്ടു തകട് കുഴിച്ചിട്ടു എന്ന് കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ നാവിനെ നീ സൂക്ഷിക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആയിഷായ ആമിനായും കുറെ കാലത്തിന് ശേഷമായി ഇന്ന് കണ്ടുമുട്ടിയേ. ആമിന വഴുത് കഴിഞ്ഞു പോകുമ്പോൾ ആയിഷാനോട് ചോദിക്കുക, ആയിഷ എങ്ങനെ ഉണ്ടടി? ഒന്നും ഇല്ലടി, ആകെ പൊത്തുവാള എടുത്തിരിക്കുക, പടച്ചവനെ ബുദ്ധിമുട്ടും പ്രയാസവും തട്ടി മുട്ടി ഇങ്ങനെ പോകുന്നടി. അപ്പൊ ആമിന മനസ്സിൽ വിചാരിക്കും, ഇവൾ എത്തിങ്ങാനയിലായല്ലോ, അല്ലാ ഒരു സന്തോഷം. എന്തിനാ ഈ പണിക്ക് നിൽക്കണേ? നീ സുഖമാണെന്നും പറയണ്ട, അല്ലാന്നും പറയണ്ട, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ട് രക്ഷപ്പെടും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ സുഖമല്ലേ? റാഹത്തല്ലേ? ആരോഗ്യമൊക്കെ? കുടുംബജീവിതമൊക്കെ എങ്ങനെ പോണ്? മക്കളൊക്കെ എങ്ങനെ പോണ്? എല്ലാത്തിൻ്റെ കയ്യിലും പൈസയൊക്കെ ഉണ്ടോ? എല്ലാത്തിൻ്റെ കയ്യിലും പൈസയൊക്കെ ഉണ്ടോ? എന്തല്ല, ഇനി ഇല്ലാന്ന് പറയാതിരുന്നാൽ മതി ചോദിക്കുമ്പോ കേട്ടാ. എല്ലാവരും ഉണ്ടെന്നല്ലേ പറഞ്ഞേ? ഞാൻ ഇനി ചോദിക്കുമ്പോ ഇല്ലാന്ന് പറയരുത്, കള്ളം പറയരുത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ നമ്മുടെ ഭാര്യ പറയണം നമ്മൾ നല്ലവനാണ്. ഇനി പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താ? ഇനി പറഞ്ഞ് ഇത്രയും നേരം പറഞ്ഞപ്പോൾ സ്വർണ്ണമൊക്കെ തരാമെന്ന് നിയത്ത് ചെയ്തതാ. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഉള്ളത് തരാതിരിക്കരുത് കേട്ടാ. ഇനി താത്താമാര് വിചാരിക്കണം, 2 മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ബനൂ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞു മടങ്ങി വരികയാണ്. ആ യുദ്ധത്തിന്റെ പ്രത്യേകത, നബി തങ്ങളുടെ കൂടെ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുണ്ട്. ആ യുദ്ധത്തിൽ ആയിഷ ബീബി നബി തങ്ങളുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. പടച്ചവനെ, ദീർഘമായ യാത്രയാണ്, മലമൂത്ര വിസർജനം നടത്തണമല്ലോ. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും ഒരു സ്ഥലത്തങ്ങ് നിൽക്കുകയാണ്. ആയിഷ, നീ നിന്റെ ആവശ്യത്തിന് വേണ്ടി പോ ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി പോവുകയാണ്. ആയിഷ മടങ്ങി വരികയാണ്. ഒട്ടകക്കട്ടിലിന്റെ മുകളിലേക്ക് കയറുകയാണ്. ആയിഷ കയറുന്നത് നബി തങ്ങൾ കണ്ടു, സ്വഹാബത്ത് കണ്ടു. ആയിഷ ബീബി കയറി കഴിഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ ആണുങ്ങളോട് പറഞ്ഞു, നിങ്ങളൊക്കെ പോകാൻ. അങ്ങനെ ആണുങ്ങളൊക്കെ പോവുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോ ആയിഷ ബീബി നോക്കുമ്പോ തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. ഉമ്മാ,
ആയിഷ ബീവിയുടെ മാല കാണുന്നില്ല. ആയിഷയ്ക്ക് മനസ്സിലായി പോയ സ്ഥലത്താണ് നഷ്ടപ്പെട്ടതെന്ന് മനസ്സിലായി. ഉടനെ തല പുറത്തേക്കിട്ട് നോക്കുന്നു, ആരെങ്കിലും ഉണ്ടോ? നിബിതങ്ങളുണ്ടോ? സഹാബത്തുണ്ടോ? ഒരാളെയും കാണുന്നില്ലടോ. ആയിഷ ബീവി ചിന്തിച്ചു, അല്ലാ, ഓടിച്ചെന്ന് എടുത്തുകൊണ്ടുവരാൻ പടച്ചവന്, ഓടിച്ചെന്ന് എടുത്തുകൊണ്ടുവരാൻ പടച്ചവന്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മാലയും തെരഞ്ഞു ഓടുകയാണ്. ആയിഷ പോകുന്നതാരും കണ്ടില്ലടോ. ഒരാളും അറിഞ്ഞില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മാല തെരഞ്ഞു പോയി. സഹാബത്ത് മുഴുവനും തിരിച്ചു വന്നു. ആയിഷ കേറുന്നത് കണ്ടതുമാണ്, അതുകൊണ്ട് ഉണ്ടോ എന്നാരും നോക്കിയില്ല. യാത്ര തുടരുകയാണ്. നബിതങ്ങളും സ്വഹാബത്തും പോയി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മാലയുമായി മടങ്ങി വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിനെ കാണാനില്ല. എന്ത് ചെയ്യണമെന്നറിയുകയില്ല. വഴിയോരത്തിരുന്ന് കരയുകയാ. പടച്ചവനെ, അന്നത്തെ കാലമാണല്ലോ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മരുഭൂമിയുടെ ഒരു ഭാഗത്തിരുന്ന് കരയുകയാണ്. അപ്പോഴാണ് സഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബി കുതിരപ്പുറത്ത് ഒറ്റയ്ക്ക് വരികയാണ്. എന്തേ ഒറ്റയ്ക്ക് വരാനുള്ള കാരണമെന്നറിയുമോ? കളഞ്ഞു പോകുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ടുവരാറ്. ഇവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാ അത് എടുത്തുകൊണ്ടുവരാൻ ഏറ്റവും പുറകിൽ വരുന്ന സ്വഹാബിയാണ്. സഫ്വാന് തങ്ങൾ നോക്കുമ്പോ ഒരു പെണ്ണ് വഴിയോരത്തിരുന്ന് കരയുകയാ. സഫ്വാന് തങ്ങൾ ചോദിക്കുന്നു, ആരാ ഈ വഴിയോരത്തിരുന്ന് കരയുന്നതാരാ? അവിടെ നിന്ന് പറഞ്ഞു, ആയിഷ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, മഹ്ദി ആയിഷ. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ആയിഷയാ. സഫ്വാന് തങ്ങൾ പറഞ്ഞു, ഇന്നാലില്ലാ. ആയിഷയുടെ ശബ്ദം സഫ്വാൻ അറിയാം, അത് ആയിഷയാണെന്ന് മനസ്സിലായി. സഫ്വാൻ തങ്ങൾ കുതിരയുടെ മുകളിൽ നിന്ന് ചാടിയിറങ്ങി, ഉമ്മാ കേറുമ്മ, ഈ കുതിരയുടെ മുകളിൽ കേറുമ്മ, ഈ സഫ്വാൻ നടക്കാമുമ്മ, വേറെ വഴിയില്ലാത്തത് കൊണ്ട്. അത് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വാഹനത്തിന്റെ മുകളിൽ കയറി. സഫ്വാൻ തങ്ങൾ നടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും അറിഞ്ഞില്ലടോ. വെളുപ്പാങ്കാരമാകുമ്പോ ആയിഷയില്ലെന്ന് മനസ്സിലാകുന്നത് വലിയ വിഷയമായടോ. നബി തങ്ങളുടെ ഭാര്യയെ കാണുന്നില്ലടോ. എല്ലാവരും പരിഭ്രാന്തരായി. നബി തങ്ങളും സ്വഹാബത്തും ഒരുമിച്ച് നിൽക്കുമ്പോ ഒരു രാത്രി മുഴുവനും ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരിയും രണ്ടുപേരും സഞ്ചരിച്ച് വരികയാണ്. ആയിഷ ബീവി അതാ വാഹനത്തിന്റെ മുകളിലാണ്. സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു നടക്കുകയാണ്. നബി തങ്ങളെ കണ്ടടോ, സമാധാനമായിടോ. ആയിഷ ബീവി നബി തങ്ങളോട് സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴാണ് സഫ്വാന് പോലും അറിയുന്നത്, ഇത്രയും ദൂരം ഒറ്റയ്ക്ക് സഞ്ചരിച്ചു വന്നപ്പോ എന്തു പറ്റി ഉമ്മാ എന്ന് പോലും ആ ചെറുപ്പക്കാരൻ ചോദിച്ചില്ലടോ. സഫ്വാൻ തങ്ങളുടെ വിഷയമറിയുന്നത് നബി തങ്ങൾ പറയുമ്പോഴാണ്. റബ്ബേ, സമാധാനമായി. യാത്ര തുടങ്ങാൻ പോകുമ്പോ മുനാഫിക്കീങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു സലൂൽ എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ടവനാ കൂട്ടത്തിലുണ്ടായിരുന്നു. അവന് നബി തങ്ങളെ ഇഷ്ടമല്ല, മുസ്ലിമീങ്ങളെ ഇഷ്ടമല്ല. അവൻ പറഞ്ഞ്, രണ്ടുപേരും ചെറുപ്പക്കാരാണല്ലോ, ഒരു രാത്രി ഒറ്റയ്ക്ക് വന്നതാണല്ലോ, എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാകും. ആയിഷ ബീവിയെ കുറിച്ച് ആരോപണം നടത്തുകയാണ്, വ്യഭിചാര ആരോപണം നടത്തുകയാണ്. പടച്ചവനെ, കാട്ടുതീ പടരുന്നത് പോലെ മദീന മുഴുവനും പടരുകയാണ്. പടച്ചവനെ കേട്ടവർ വിശ്വസിക്കുകയാ. വിശ്വസിക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? പറഞ്ഞത് മുശ്രിക്കീങ്ങളല്ല, നബി തങ്ങളുടെ കൂടെ പോയവരാ പറഞ്ഞത്. അതുകൊണ്ട് പലരും വിശ്വസിച്ചടോ. ഒരു നാട് മുഴുവനും ആയിഷയെ കുറിച്ച് ചർച്ചയായി. എവിടെ നോക്കിയാലും ആയിഷ, എവിടെ നോക്കിയാലും ആയിഷ. അല്ലാഹുവിന്റെ റസൂലിനെ സഹികെട്ടടോ.
തന്റെ ഭാര്യയെക്കുറിച്ച് അപവാദം പറയുന്നത് കേട്ടപ്പോ നബി തങ്ങൾക്ക് സഹിക്കാൻ പറ്റിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദ് നബവിയുടെ മിമ്പറിൽ കയറുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയെക്കുറിച്ച് ജനങ്ങൾ അപവാദം പറയുന്നത് കേട്ടപ്പോ നബി തങ്ങൾ പള്ളിയുടെ മിഹ്റാബിൽ കയറി, യാ അയ്യുഹന്നാസ്, അല്ലയോ സ്വഹാബാ, എന്റെ ആയിഷയെക്കുറിച്ച് നിങ്ങൾ പറയുന്നത് ഞാൻ അറിയുന്നുണ്ട് സഹാബാ. നിങ്ങളൊക്കെ എൻ്റെ ആയിഷയെക്കുറിച്ച് പറയുന്നത് ഞാൻ അറിയുന്നുണ്ട് സഹാബ. എനിക്കറിയാം എൻ്റെ ആയിഷയെ. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഏത് കഥ വേണമെങ്കിലും നിങ്ങൾ ഇറക്കിക്കോ. നബി തങ്ങളുടെ മറുപടി എന്തെന്നറിയുമോ? ലാകിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. നബി തങ്ങളുടെ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, എനിക്ക് എൻ്റെ ആയിഷയെ നല്ലതുപോലെ അറിയാം. മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. അവൾ ഇന്നലെ വരെ എൻ്റെ കൂടെ ജീവിച്ചവളാ, അവൾ ഇന്നലെ വരെ എൻ്റെ കൂടെ ജീവിച്ചവളാ. അവളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഖൈറല്ലാത്ത ഒരു കാര്യം കണ്ടിട്ടില്ല. ഒരു വൃത്തികെട്ട പ്രവർത്തനം എൻ്റെ ആയിഷയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എൻ്റെ ഭാര്യ നല്ലവളാ, എൻ്റെ ഭാര്യ നല്ലവളാ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഒരു നാട് മുഴുവനും ആയിഷ ബീവിയെ കുറിച്ചിട്ട് അപവാദം പറയും. കാരണം തെളിവുകൾ മുഴുവൻ ആയിഷയ്ക്കെതിരായിരുന്നു. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു, എൻ്റെ ആയിഷ നല്ലവളാ, നിങ്ങൾ എന്തു വേണമെങ്കിലും പറഞ്ഞോ, എനിക്കെൻ്റെ ഭാര്യ വിശ്വാസമാണെന്ന് മഹാനായ നബിയന റസൂലുള്ളാഹി. എൻ്റെ വയത് കേൾക്കണ താത്താമാരെ, നിന്റെ ഇക്ക ഇങ്ങനെ പറയൂ? നീ ചിന്തിക്കേണ്ടത്, നിന്റെ ഭർത്താവ് പറയുവോ നീ നല്ലവളാണെന്ന്? എൻ്റെ ഭാര്യ നല്ലവളാണെന്ന് നിന്റെ ഭർത്താവ് പറയുമോ ഇല്ലയോ എന്ന് നീ ചിന്തിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ പഠിക്കേണ്ട ചില കാര്യമുണ്ടോ. നമ്മുടെ ഭാര്യമാരെ കുറിച്ച് പലരും കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കും. ഒരുത്തം പറയും, അങ്ങോട്ട് പോയി ചാറ്റ് ചെയ്യും, മൊബൈൽ എടുത്തു മെസ്സേജ് എഴുതി, അത് ഇത് പലതും പറയും. നിന്റെ ഭാര്യ അവിടെ വെച്ച് കണ്ടു, അത് കണ്ടു, ഇത് കണ്ടു എന്ന് പറയുമ്പോഴത്തേക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ഭാര്യയെ വിളിച്ചിട്ട് പറയും, ഞാൻ വരുന്നതിന് മുമ്പ് നീ വെക്കോളാം വാരി കിട്ടി. എടാ, 20 കൊല്ലം 25 കൊല്ലം കൂടെ കടന്നവളെ വിശ്വാസമില്ല. ഭാര്യക്ക് ഭർത്താവിന് വിശ്വാസമില്ല, ഭർത്താവിന് ഭാര്യയും വിശ്വാസമില്ല. ഭാര്യയുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റ് കണ്ട ഭർത്താവ് അപ്പോഴേ തീരുമാനമെടുത്തു. ഭർത്താവിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് കണ്ട ഭാര്യയും തീരുമാനമെടുത്തു. ആര് ചോദിക്കേ? ഞാൻ ചോദിക്കട്ടെ ചങ്ങാതിമാരെ, മൊബൈലുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഇവിടെ സ്വന്തമായിട്ട് മൊബൈലുള്ളവർ, ബെൻസുള്ളവരല്ല, മൊബൈലുള്ളവർ കൈപൊക്കിക്കേ. എല്ലാവരുടെ കയ്യിലും മൊബൈൽ. എന്താ നിങ്ങളുടെ കയ്യിലൊന്നും ഇല്ലട അങ്ങന്മാരെ? മൊബൈലില്ലേ? എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ, ഈ കരുനാഗപ്പള്ളിയിലും ഈ ശാസ്താംകോട്ടയിലൊക്കെ ഈ ലക്ഷക്കണക്കിന് രൂപ ഇരിക്കുന്ന ബാങ്കിന്റെ ലോക്കർ ഉണ്ടല്ലോ, കോടിക്കണക്കിന് രൂപയുണ്ട് അതിനകത്തൊക്കെ. ആ ലോക്കറിന് പോലും ഇല്ലാത്ത ലോക്കാ നമ്മുടെയൊക്കെ ഫോണിന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ കോടികളിരിക്കുന്ന ലോക്കറിനില്ലാത്ത ലോക്കാ വാപ്പ നിന്റെ ഫോണില്. എടാ ചങ്ങായി, ഈ ലോക്ക് അഴിച്ചിട്ട് ഒരു ദിവസം ഈ ഫോൺ കൊണ്ട് ഭാര്യയുടെ കയ്യിൽ കൊടുക്കാൻ ധൈര്യമുണ്ടോ? നീയാ ഒരു മെസ്സേജ് കണ്ടപ്പോ ഓളെ നന്നാക്കാൻ നടക്കണേ. പെണ്ണെ, നീ ഇങ്ങനെ ഇത് വെച്ചോണ്ട് കിടക്ക. എടാ, ഭർത്താവിന് ഭാര്യയുടെ ഫോണെങ്ങാനും ഭർത്താവ് എടുത്ത് നോക്കിയാൽ പറയും, ഇയാൾക്ക് സംശയം. ഭാര്യയുടെ ഫോൺ ഭർത്താവ് എടുക്കാൻ പാടില്ല, ഭർത്താവിന്റെ ഫോൺ ഭാര്യ എടുക്കാൻ പാടില്ല. ഇന്റർലോക്ക് ഇട്ടുകൊണ്ട് കിടക്ക. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചിലതൊക്കെ തുറക്കണമെങ്കിൽ തന്നെ ലോക്ക. ഞാൻ ഒരിക്കൽ വഴുത് കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരു പ്രായമുള്ള വാപ്പ, അദ്ദേഹത്തിന് അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ, എൻ്റെ അടുത്ത് പറഞ്ഞു, ഉസ്താദ് ഒരു ഫോട്ടോ എടുക്കണം. ഞാൻ നിന്നു കൊടുത്തു. ആ വാപ്പ എടുത്ത ലോക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കണ്ടുപിടിക്കാൻ പറ്റാത്ത ലോക്ക. ഒരാൾക്കാർ എന്തൊക്കെ ലോക്കുകളാടോ, എന്തിന് മറച്ചു വെക്കാനുള്ളത് കൊണ്ടല്ലേ. എന്താ നിന്റെ ഭാര്യയുടെ കയ്യിൽ കൊടുക്കാൻ പേടിയെന്താ? സഹോദരി, നിന്റെ ഫോൺ എന്തേ നിന്റെ ഭർത്താവിന് കൊടുക്കത്ര പേടി എന്തേ? പേടിക്കാനുള്ളത് കൊണ്ടല്ലേ കൊടുക്കാത്ത? കുറെ കാലം നമ്മൾ പറഞ്ഞു, ഉസ്താദ് കുട്ടികൾ എടുക്കാതിരിക്കാനാണ്. അമ്മമാരെടുത്ത് ഗെയിം കളിക്കുമെന്ന്. പിന്നെ നിന്റെ പട്ടി എറിയുന്ന ഫോൺ അമ്മമാർക്ക് എന്തിനാ? അവര് തലകണയുടെ അത്രയുള്ള ടാപും കണ്ടല്ലേ നടക്കാം. ഇവിടെ കുട്ടികൾക്കൊന്നും വാപ്പാടെ ഉമ്മാടെ ഫോണൊന്നും വേണ്ട, അമ്മമാരെ കയ്യിൽ നല്ല ഫോണല്ലേ. അപ്പൊ മറച്ചു വെക്കാൻ നമുക്ക് പലതും ഉണ്ടോ. ചില ഭർത്താക്കന്മാര് ബാത്റൂമിൽ പോകുമ്പോഴും അതും കൊണ്ടാ ഫോണേ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.
അവിടെയും കൂടെ കൊണ്ടുപോകാം. കാരണം കണ്ടു കഴിഞ്ഞാലോ സ്നേഹമില്ലടോ, വിശ്വാസമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമൊന്നുമില്ല. 10, 15, 20 കൊല്ലം കൂടെ കിടന്നാലും ഒരൊറ്റ നിമിഷം കൊണ്ടെല്ലാം തീരുക. എന്തെല്ലാം കേസാ! ഭർത്താവ് പീഡിപ്പിച്ചു, ഭർത്താവിൻ്റെ എഴുന്നേക്കാൻ പറ്റാത്ത വാപ്പായും പീഡിപ്പിച്ചു എന്ന് കേസ് കൊടുത്ത് കളയും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തെല്ലാം നിനക്ക് പെണ്ണുങ്ങളൊന്ന് പിണങ്ങി കഴിഞ്ഞാൽ പറയും ഭർത്താവും ഭർത്താവിൻ്റെ തള്ളയും കൂടെ എന്നെ സ്ത്രീധനത്തിന് പീഡിപ്പിച്ചു. എന്തെല്ലാം കേസുകൾ! അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. സ്നേഹമൊന്നുമില്ല ഒന്നിനും, അഭിനയവാ ജീവിതം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അഭിനയിച്ച് കളയുകയാ. സ്നേഹിക്ക് ചങ്ങാതി പരസ്പരം. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? എന്തൊരു സുഖമെന്നറിയോ? എന്താ സന്തോഷമെന്നറിയോ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാനും സന്തോഷത്തോടെ ജീവിക്കാൻ പഠിക്കണം. അള്ളാഹു നമുക്ക് അങ്ങോട്ടും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു ഈ സഹോദരിമാരുടെ ഭർത്താക്കന്മാരെയൊക്കെ അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കുടുംബസമേതം സ്വർഗത്തിലെത്തിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈവക്കിക്കേ. സെക്രട്ടറിയും പ്രസിഡന്റൊക്കെ പൊക്കിക്കോ. പെണ്ണമ്പിള്ളമാര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ പൊന്നാര ഖജാൻജി ഇന്ന് വീട്ടിൽ പോണ്ട. ഇവരെ പലരും കൈ പൊക്കണില്ല. കൈ പൊക്കണോ വേണ്ടി കൊടി പൊക്കണോ ആലോചിക്കുക. എങ്ങനെ എന്താ കൈ പൊക്കാത്തതിന്റെ കാരണം എന്താ? ഇവള് സ്വർഗത്തിലുണ്ടോ? അല്ല, ഇവള് സ്വർഗത്തിലുണ്ടോ എന്നാ പലരും ചിന്തിക്കണേ. ഏതാത്താ നിനക്ക് ആഗ്രഹം ഉണ്ടായി ചങ്ങാതി നിന്റെ കൂടെ കൊണ്ടുപോകാൻ? എൻ്റെ റബ്ബേ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കാരണം അത്രയ്ക്കും നല്ല മനുഷ്യന്മാരെ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മളിങ്ങനെ അഭിനയം അടിയും എടോ ജീവിതം എന്ന് പറഞ്ഞാൽ അടിയും വഴക്കൊക്കെ ഉണ്ടാവും. ഇവർക്കൊന്നും അറിയാം. നിങ്ങൾ ഈ സീരിയല് കാണാൻ നിർത്തിയാൽ മതി, രക്ഷപ്പെടും. ഈ സീരിയലും സിനിമയൊക്കെ കാണുന്ന നോവലൊന്നും ജീവിതം എന്ന് പറഞ്ഞാൽ എന്തടോ? ഇവിടെ ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ ചട്ടിയും കലവും പോലെ തട്ടിയും മുട്ടിയും കിടക്കും. ചിലപ്പോൾ വഴക്കുണ്ടാകും. ഞാൻ എപ്പോഴും പെണ്ണുങ്ങളോട് പറയാറുണ്ട്, ഈ ഒലിപ്പിച്ചുകൊണ്ട് കിടക്കുന്ന ഭർത്താവിനെ വിശ്വസിക്കരുത് കേട്ടാ. മോളെ, മുത്തേ, വാവേ, ഒരിക്കലും ഓനെ വിശ്വസിക്കരുത്. എടോ, കുടുംബ ജീവിതം എന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാകും. ഈ ഭർത്താക്കന്മാരിങ്ങനെ എപ്പോൾ നോക്കിയാലും ചക്കരെ, വാവേ, മുത്തേ. എനിക്ക് എൻ്റെ ഭാര്യ അടുത്ത് ഞാൻ പറയും, ഇക്ക എന്താ ഇങ്ങനെയൊന്നും വിളിക്കാത്തതെന്ന് ഒളി എൻ്റെ അടുത്ത് ചോദിക്കും. ഇക്കൊക്കെ എന്താ എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ദേഷ്യം. ഞാൻ പറയും, അഭിനയിക്കണോ അതോ യഥാർത്ഥമായി ജീവിക്കണം? അഭിനയിക്കാനാണെങ്കിൽ അഭിനയിക്കാം. നിങ്ങളൊക്കെ വിളിക്കണവരെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം സഹോദരിമാരെ. ഇവിടെ നബിതങ്ങളുടെ ജീവിതത്തിൽ ആയിഷ ലോകത്ത് ഏറ്റവും നല്ല ജീവിതം നയിച്ചാളെ നബിതങ്ങളുടെ ഭാര്യയാണ് കറിയും പാത്രം എടുത്ത് എറിഞ്ഞു പൊട്ടിച്ചത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആരുടെ വീട്ടില്? കളന്തരിക്കണേ അള്ളാന്റെ റസൂലാണ് ഏറ്റവും നല്ല വ്യക്തി. ആ നബിതങ്ങളുടെ ഭാര്യ കറിയും പാത്രം എറിഞ്ഞു പൊട്ടിച്ചെങ്കിൽ നിന്റെ ആമിനെ ആരോ നരച്ചേക്ക്. നമ്മുടെ ആമിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കിയേ. ഇവിടെ ജീവിതം എന്ന് പറഞ്ഞ അങ്ങനെ നബിതങ്ങളുടെ വീട്ടിൽ വഴക്കും ബഹളം ഉണ്ടായിട്ടുണ്ട്. നബിയും ആയിഷ ബീബിയും പിണങ്ങി നടന്നിട്ടില്ലേ? ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെ അടിയും വഴക്കും ബഹളമൊക്കെ ഉണ്ടാകും. പക്ഷെ അതൊക്കെ രാത്രിയാകുമ്പോൾ തീർന്നു പോകണം. നമ്മൾ അങ്ങനല്ല, നമുക്ക് ഈഗോയാ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ മിണ്ടും വഴക്കും ബഹളമൊന്നുമില്ല, വാശിയും വൈരാഗ്യവും നമുക്ക്. ഇവിടെ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞെന്തെന്നറിയോ? ഇന്ന് ലോകത്തില്ലാത്തത് സമാധാനമാണ്. അള്ളാഹു നമുക്ക് സമാധാനം നൽകുമാറാകട്ടെ. സമാധാനം കിട്ടാനുള്ള ഒരു വഴി പറഞ്ഞു തരട്ടെ. വേണോ വേണ്ടേ? താത്തമാരെ, സമാധാനം കിട്ടാനുള്ളൊരു വഴി വേണോ? 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 പെണ്ണ് കെട്ടിയാൽ മതി എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സമാധാനം കിട്ടാനുള്ള വഴി എന്താ? നിങ്ങൾക്ക് എന്നോട് എന്തോ ഒരു കലിയുള്ളത് പോലെ. അള്ളാഹുവിന്റെ ഖുർആനാ പറയുന്നത്, വിവാഹം കഴിച്ചാൽ സമാധാനം കിട്ടും. എന്ത് കഴിച്ചാ? വിവാഹം കഴിച്ചാൽ എന്ത് കിട്ടും? സമാധാനം കിട്ടും. നിനക്കുണ്ടോ? നീ ഒന്നുകൂടെ കെട്ടണോ? അല്ല. എൻ്റെ പൊന്നു സിറാജ്, അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ. ഇല്ലേ താത്ത? അല്ലേ? ഞാൻ എങ്ങനെ നടന്നതാ, പറവയെ പോലെ പറന്നു നടന്നതാ. അല്ലാ, പടച്ചോൻ കാത്തിരക്ഷിക്കുമാറാണ്. എടോ ഖുർആൻ, ഞാനത് ചുമ്മാതെ പറഞ്ഞതല്ല. നമ്മുടെ ആഗ്രഹം എവിടെ പോണമെന്നാ? എവിടെ പോണെന്നാ? സ്വർഗത്തിൽ പോണമെന്ന്. ഈ ആദം നബി അള്ളാഹു സ്വർഗത്തിൽ കയറ്റി വിട്ടു. കുടുംബ ജീവിതത്തിന്റെ വില മനസ്സിലാക്കണമെങ്കിൽ ഈ ഒറ്റ സംഭവം മതി. ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സ്വർഗത്തിൽ കയറ്റി വിട്ടു. ഈ ആദം നബി സ്വർഗത്തിൽ കൂടി ഇങ്ങനെ നടക്കാം. അള്ളാഹു ചോദിച്ചു, എന്തേ ആദവേ നിനക്കൊരു സന്തോഷം ഇല്ലാത്ത? എവിടെ വെച്ചാ ചോദിച്ചേ? സ്വർഗത്തിൽ വെച്ച്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സ്വർഗത്തിൽ പോണമെന്നാ.
ആ സ്വർഗത്തിലൂടെ ആദം നബി നടക്കുക. അപ്പൊ അള്ളാഹ് ചോദിച്ചു, എന്തേ ആദമേ നിനക്ക് സന്തോഷം ഇല്ലാത്ത എന്തേ? എന്തോ ഒരു കുറവുള്ളതുപോലെ എന്തോ ഒരു കുറവുള്ളതുപോലെ ഒറ്റയ്ക്ക് നടന്നിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ട്. ഹവ്വാ റളിയല്ലാഹു തആല അൻഹയെ കൊടുത്തപ്പോൾ ആദം നബി പറഞ്ഞു, ഇപ്പോഴാ ശരിയായെന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ സ്വർഗമാണോ വലുത്, കുടുംബജീവിതമാണോ വലുത്? അതാണോ കുടുംബജീവിതം? അതാണ് കുടുംബജീവിതം. സ്വർഗമാകുന്നത് നമ്മുടെ ജീവിതം നന്നായ നമ്മൾ സ്വർഗമാണ്, ഏറ്റവും സന്തോഷമുള്ള ജീവിതം. പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ വഴക്കും ബഹളമൊക്കെ ഉണ്ടാകും. അതൊക്കെ കുറച്ച് മനസ്സിലാക്കിയാൽ മതി. ഭാര്യ കൂടെ കടന്നാൽ പോരാ, ഭാര്യയെ മനസ്സിലാക്കണം, പെണ്ണ് ഭർത്താവിനെ മനസ്സിലാക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കൂടെ ജീവിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പെണ്ണിന് ചില സ്വഭാവങ്ങളുണ്ട്. ലൈവ് ആയതുകൊണ്ട് ഞാൻ പറയണില്ല, കേസ് കുറേ ഉള്ളതുകൊണ്ട്. ഒന്നാമത് 10-29 കേസുണ്ട്. പെണ്ണുങ്ങളെ തല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് കേസുണ്ട്. ലൈവെന്ന് കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാണ്. ഇവിടെ പെണ്ണുങ്ങൾക്ക് ചില സ്വഭാവമുണ്ട്. ഇത് മനസ്സിലാക്കിയ ജീവിതം റാഹത്ത. ഒരു സ്വഭാവം പറഞ്ഞു തരട്ടെ? വേണോ വേണ്ടേ? പെണ്ണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. എന്താ സ്വഭാവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വലിയ യാത്ര കഴിഞ്ഞ് വളരെ ക്ഷീണിച്ച് വീട്ടിലേക്ക് വന്നു. ക്ഷീണിതനായി നബിതങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോ വളരെ ക്ഷീണിച്ചാ വരുന്നേ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വാതിലിൽ ഇങ്ങനെ കൈവച്ച് നബിതങ്ങളെ തടഞ്ഞു നിർത്തി. എന്നിട്ട് ചോദിച്ചു, നബിയെ, പെണ്ണുങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടം ആരെയാ? നീ കരുനാഗപ്പള്ളിയിൽ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ എന്തോ ഒരു ആവശ്യത്തിന് പോയിട്ട് വെയിലും കൊണ്ട് കഷ്ടപ്പെട്ട് വീട്ടിൽ കയറി വന്നപ്പോ ഭാര്യ വാതിലിൽ തടഞ്ഞു നിർത്തിയിട്ട് ചോദിക്കുക, കാക്ക നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണെന്ന്. ഓൾക്ക് ചോദിച്ചത് മാത്രമേ ഓർമ്മ കാണത്തുള്ളൂ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നബിതങ്ങളോടാണ് ആയിഷ ചോദിക്കുന്നത്, നബിയെ, ലോകത്തുള്ള പെണ്ണുങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരെയാ നബിയെ? നബിതങ്ങൾ പറഞ്ഞ, ആയിഷ, എനിക്ക് നിന്നെ ആടി ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതാണ് നബിതങ്ങൾ പറഞ്ഞു, എനിക്ക് ലോകത്ത് പെണ്ണുങ്ങളിൽ ഏറ്റവും ഇഷ്ടം നിന്നെയാ. വീടിൻ്റെ അകത്ത് കൈമാറ്റി അകത്തോട്ട് കയറി ഒരൊറ്റ പിടി പുറകിൽ നിന്നിട്ട് രണ്ടാമതൊരു പിടി. എന്നിട്ട് ചോദിച്ചു, ലോകത്തുള്ള ആണുങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടം ആരെയാ? ഇതൊരു പഠിക്കേണ്ട ചിന്തയാ. ലോകത്തുള്ള ആണുങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടം ആരെയാ? നബിതങ്ങൾ പറഞ്ഞു, നിന്റെ വാപ്പ അബൂബക്കറിനെ എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആയിഷ കെട്ടിപ്പിടിച്ചിട്ടൊരു മുത്തം കൊടുത്തു. ഇതാണ് പെണ്ണ്. ഇന്ന് രാത്രി വഴുത് കഴിഞ്ഞ് വീട്ടിൽ പോയി കിടന്നുറങ്ങുമ്പോ, എൻ്റെ പൊന്നാര ആയിഷ, നിന്റെ വാപ്പാനെ പോലെ ഒരു നല്ല മനുഷ്യ ഈ ദുനിയാവിലുണ്ടോ? എന്ത് നല്ല മനുഷ്യനാടി. ഓള് തലേ കയറാതെ നോക്കിക്കൊള്ളണം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഓൾക്ക് ഓളുടെ ഉപ്പ ഉള്ള ഉമ്മ ഉള്ള വീട്. ഇത് മനസ്സിലാക്കിയാൽ മതി. അത് നീ ഇങ്ങനെ നടന്ന് ബഹളം വെച്ചിട്ട് നിന്റെ വാപ്പ നിന്റെ ഉമ്മ, അതിന് പരിധി ഉണ്ടെന്ന് ഞാൻ ഈ പറഞ്ഞതിനർത്ഥം. നിന്റെ വാപ്പാനെ നോക്കണില്ല, നിന്റെ ഉമ്മാനെ നോക്കണില്ല, നീ ഇങ്ങനെ വാശി പിടിക്കണ്ട. ഓൾക്ക് ഉള്ള വാപ്പ ഉള്ള വീട്ടിൽ കല്യാണം ഉണ്ടെങ്കിൽ ഒരുങ്ങി കെട്ടി നേരത്തെ നിൽക്കും. നീ വിളിക്കുമ്പോ പറ്റൂല. അപ്പൊ പെണ്ണുങ്ങൾക്ക് അത് മനസ്സിലാക്കിയ ജീവിതം സന്തോഷമാകും. അള്ളാഹു നമ്മുടെ ജീവിതം നല്ലവനാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് പരസ്പരം സ്നേഹിക്ക്. എന്താ പ്രതിഫലം? എന്താ ഇവിടെ കുടുംബ ജീവിതത്തിന്റെ മഹത്വം അറിയോ? ഇന്ന് വഴുത് കേൾക്കാൻ വന്നപ്പോ ഭർത്താവ് മുമ്പില്, ഭാര്യ പുറകില്, അല്ലെങ്കിൽ ഭാര്യ മുമ്പില്, ഭർത്താവ് പുറകില്, രണ്ടും വരുന്ന കണ്ട കീരിയും പാമ്പും വരണ പോലെ വന്ന് അല്ലേ? ഇന്ന് വഴുത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചു. ഒരു ഭർത്താവ് സ്നേഹത്തോടെ തൻ്റെ ഭാര്യ, ഇവിടെ അങ്ങനെ വഴുത് കഴിഞ്ഞ് പോകുമ്പോഴല്ലേട്ടാ, നടന്ന് കൂടെ വന്നവരൊക്കെ പോയി വീട്ടിലേക്ക് കയറുന്ന ഇടവഴി എത്തുമ്പോൾ പിടിക്കണം. നമ്മൾ ചിലതിനെ കാണാറുണ്ട്, ബൈക്കിൽ പോകുമ്പോൾ തലയുടെ മുകളിൽ ഇരിക്കുന്ന ഭാര്യ, അത് വേറെ അഭിനയം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആത്മാർത്ഥ സ്നേഹമുള്ളവൻ കടപ്പുറത്ത് പോയി പിടിച്ചോണ്ടിരിക്കുവോ? നടറോടില്ല. നിന്റെ വീടിന്റെ മുറ്റത്തെത്തുന്നു ആരുമില്ല. ആ സമയത്ത് നിന്റെ ഭാര്യയുടെ കയ്യിലേക്ക് നീ ഒന്ന് ചേർത്ത് പിടിച്ചാൽ നിങ്ങൾ രണ്ടുപേരും ചെയ്ത പാപം അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. കയ്യിൽ പിടിച്ചാൽ മതി, ഭാര്യയുടെ കയ്യിൽ പിടിച്ചാൽ മതി ഭർത്താവിൻ്റെയും ഭാര്യയുടെയും പാപം പൊറുക്കാൻ. വേറെ ഏത് നന്മയുണ്ട്? പാപം പൊറുക്കുന്ന കാര്യമാണോ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിക്കാം? ഒന്ന് ചിരിക്കാൻ പറ്റുമോ നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട്? നിനക്ക് സംസാരിക്കാൻ പറ്റുമോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കണ എത്ര ഭർത്താക്കന്മാരുണ്ട്. വഴുത് കഴിഞ്ഞ് പോകുമ്പോഴാണ് അയൽവാസി ആയിഷാനെ കാണുന്നത്. എടീ സുഖമാണോടി, മച്ചയ്ക്ക് സുഖമാണോടി, എന്തൊരു ചിരിയും കളിയും വിശേഷം. സ്വന്തം ഭാര്യയെ നോക്കുമ്പോൾ കടന്തര ബുദ്ധിപോലിരിക്കും നമ്മളിരിക്കും. ആ ചോദ്യം നിന്റെ ഭാര്യയോട് ചോദിക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പുഞ്ചിരിക്കുന്നത് വെറുതെയാകില്ല. മരിച്ചു കിടക്കുമ്പോൾ നിന്റെ മുഖത്ത് ആ പുഞ്ചിരി കാണാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ.
അതാണ് ജീവിതം, അതാണ് കുടുംബജീവിതം. അത്രത്തോളം മഹത്വമുണ്ട്, അത്രത്തോളം പ്രതിഫലമുള്ള കാര്യമാണ് നമ്മുടെ കുടുംബജീവിതം. അള്ളാഹു നമ്മുടെ ജീവിതം അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹിക്കാൻ പഠിക്ക്. ഭാര്യ ആരാ, ഭർത്താവ് ആരാ, ബന്ധങ്ങളുടെ സ്ഥാനമെന്താ, അതിനെക്കുറിച്ച് പഠിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഇതൊക്കെ പഠിപ്പിച്ചു തന്നതാരാ? സ്നേഹിക്കേണ്ടത് ആര്യ? ഭാര്യയെ. കണ്ടവൻ്റെ ഭാര്യയല്ല, സ്വന്തം ഭാര്യയെ പ്രണയിക്കാൻ പഠിക്കണം, സ്വന്തം ഭാര്യയെ സ്നേഹിക്കാൻ പഠിക്കണം. എത്രത്തോളം അതിന് പ്രതിഫലമുണ്ട്. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ.